വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് മാത്സിന്റെ LKG ക്ലാസ്സിലെ ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്തത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറേഞ്ച് ദ നമ്പേഴ്സ് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഏതാണ് 1 2 3 4 5 അത് അവര് ജസ്റ്റ് ഓർഡർ ആയിട്ട് എടുത്ത് എഴുതി കൊടുത്താൽ മതി, അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. അടുത്തത് റൈറ്റ് ദ നമ്പേഴ്സ് 1 to 5 വരെ എഴുതുക. അവരെ 10 വരെ ആയിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക, ചിലപ്പോൾ 5 വരെ ചോദിക്കും, അല്ലെങ്കിൽ 10 വരെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ എത്ര വരെയാണ് ചോദിക്കുന്നത് അതവര് എഴുതണം. ഒന്നല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 10 താഴെ 5 അത്രയായിട്ടേ ചോദിക്കുള്ളൂ, അതിൽ കൂടുതൽ ചോദിക്കത്തില്ല. അടുത്തത് മാച്ച് ദ ഒബ്ജക്ട്സ് വിത്ത് കറക്റ്റ് നമ്പർ. അപ്പോൾ അത് അവര് എണ്ണിയിട്ട് കറക്റ്റ് നമ്പറിലോട്ട് മാച്ച് ചെയ്യണം. ഏതാണ് 1 2 3 3യിലേക്ക് മാച്ച് ചെയ്യണം, 1 2 2യിലേക്ക് മാച്ച് ചെയ്യണം, 1. അപ്പൊ അത് അവര് കറക്റ്റ് ആയിട്ട് എണ്ണി ആ നമ്പറിലോട്ട് അവര് മാച്ച് ചെയ്ത് കൊടുക്കണം. അടുത്തത് മാച്ച് ദ ഫോളോവിങ്, സെയിം നമ്പറിലോട്ട് മാച്ച് ചെയ്ത് കൊടുക്കാൻ. 1 1യിലേക്ക്, 2 2യിലേക്ക്, 3 3യിലേക്ക്, 4 4യിലേക്ക്, 5 5യിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കണം. അടുത്തത് ടിക്ക് ദ ബോക്സ് വിത്ത് 5 പെൻസ്, 5 പേനയുള്ള ബോക്സ് ടിക്ക് ചെയ്യാൻ. ഇതിൽ ഫസ്റ്റത്തേൽ 2 ഉള്ളോ, ഇതിൽ 5 ഉണ്ട്, ഇതിൽ 3 ഉള്ളോ. അപ്പൊ ഏതാണ് കറക്റ്റ്? ഇതാണല്ലേ കറക്റ്റ്. അടുത്തത് കൗണ്ട് ആൻഡ് റൈറ്റ്, അത് കൗണ്ട് ചെയ്തിട്ട് എഴുതാൻ. 1 2 2 എഴുതാം, 1 2 3 3 എഴുതാം, 1 2 3 4 4 എഴുതാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ മിസ്സിംഗ് നമ്പർ റൈറ്റ് ചെയ്യാം, എഴുതാൻ. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 അത് മിസ് ആയിട്ടുള്ളത് എഴുതി കൊടുക്കാം. അടുത്തത് കളർ ബൈ നമ്പർ ബേസ് ചെയ്ത് കളർ ചെയ്യാം. അപ്പോൾ 3 ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്, 1 2 3. അപ്പോൾ ഈ 3 എണ്ണത്തിന് കളർ കൊടുക്കാൻ. അടുത്തത് 1, അടുത്തത് 4 4 എണ്ണത്തിന് കളർ കൊടുക്കാൻ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോണതാണ്, കാരണം ഇതിനു മുമ്പും ഞാൻ സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ സെയിം മോഡൽ ഞാൻ മാറ്റി പറയുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോണത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കളർ ദ ബിഗ് വൺ, ഇതിൽ ഏറ്റവും ബിഗ് ആയിട്ടുള്ളതിന് കളർ കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഒരു ക്രയോൺസ് എന്തായാലും കൊണ്ടുപോകണം, ക്രയോൺസ് വെച്ചായിരിക്കും കേട്ടോ കളർ ചെയ്യണം. ഞാൻ ഇപ്പോൾ ചെറിയ മോഡൽ കാണിച്ച് തന്നുള്ളൂ. അടുത്തത് കളർ ദ സ്ക്വയറിന് കളർ കൊടുക്കാൻ. അപ്പൊ സ്ക്വയർ ഏതാന്ന് അവർ ഐഡന്റിഫൈ ചെയ്യണം, ബിഗ് ഏതാന്ന് അവര് തന്നെ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അതൊക്കെ അവരെ പഠിപ്പിക്കണം. ഓക്കെ, അപ്പോൾ കളർ ദ സ്ക്വയറിന് കളർ കൊടുക്കാൻ പറയുമ്പോൾ സ്ക്വയറിന് കളർ അവർ കൊടുക്കണം. അടുത്തത് ഐഡന്റിഫൈ ദ ഷേപ്സ്, ഈ ഷേപ്സ് ഏതൊക്കെയാണെന്ന് അവർ ഐഡന്റിഫൈ ചെയ്യണം. സർക്കിൾ, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, സ്ക്വയർ, സ്റ്റാർ. ഇതൊക്കെ എപ്പോഴും അവർക്ക് മാറിപ്പോണ ഷേപ്സ് ആണ്. കാരണം എൻ്റെ മോള് LKGയിലാണ് പഠിക്കണത്, അവൾക്ക് എപ്പോഴും മാറിപ്പോണ ഒരു കാര്യമാണ് ഈ ഷേപ്സ്. അപ്പോൾ ഇതവരെ നല്ല തറവായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അടുത്തത് മാച്ച് സെയിം ഷേപ്പ് മാച്ച് ചെയ്ത് കൊടുക്കാൻ. അതിന് സർക്കിളിലോട്ട്, സ്ക്വയറിലേക്ക്, റെക്ടാങ്കിളിലേക്ക്, ട്രയാങ്കിളിലേക്ക്, സ്റ്റാറിലേക്ക്, ഇങ്ങനെ സെയിം ഷേപ്പിലേക്ക് അവർ മാച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, കാരണം ഞാൻ ഉടനെ തന്നെ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയാലാണല്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഓണം എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്.